മെയ് 4-ന് പെട്ടി പൊട്ടിക്കും, റിസൾട്ടും വരും. UDF ആണോ LDF ആണോ അധികാരത്തിൽ വരിക എന്നുള്ള തർക്കത്തിന് അവസാനവുമാവും. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു എക്സിറ്റ് പോളോ പ്രവചനമോ ഒന്നുമല്ല. ഒരേ സമയത്ത് LDF-ഉം ഒരേ സമയത്ത് UDF-ഉം തങ്ങളുടെ മുന്നണി അധികാരത്തിലെത്തുമെന്ന് പറയുമ്പോൾ ആരാണ് അധികാരത്തിലെത്താൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കണക്കിലെ ചില കളികൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. UDF മുഖ്യമന്ത്രിമാരെയൊക്കെ തീരുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്കൊക്കെ ചർച്ച വ്യാപിപ്പിക്കുന്നു. അതേസമയത്ത് LDF ഒരു 3.0 വരുമെന്നും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അതിൻ്റെ പന്തൽ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ UDF-ന്റെ അടുത്ത് മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് UDF-കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കോൺഫിഡൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതായത് 140 അംഗ നിയമസഭയിൽ അധികാരത്തിലേറണമെങ്കിൽ ആ മുന്നണിക്ക് 71 സീറ്റ് ലഭിക്കേണ്ടത്. 71 സീറ്റാണ് നമ്മുടെ മാന്ത്രിക സംഖ്യ. അപ്പോൾ നമുക്കറിയാം UDF-ന്റെ കയ്യിൽ നിലവിൽ 42 സീറ്റാണുള്ളത്. 29 സീറ്റ് പിടിച്ചെടുത്താൽ മാത്രമേ UDF-ന് അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇതിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ഇവിടെ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാനായിട്ടില്ല. അത് റിസൾട്ട് വരുന്നത് വരെ നമുക്ക് വ്യക്തവുമല്ല. പഞ്ചായത്ത് ഇലക്ഷനെ പോലെ ആ ഒരു ഭരണവിരുദ്ധ തരംഗം നിലവിലുണ്ടോ എന്നുള്ളത് പുറത്തോട്ട് പറയാൻ നമുക്കായിട്ടില്ല. ഇനി ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും LDF-ന്റെ MLA-മാരോട് ജനങ്ങൾക്ക് വിപ്രതിപത്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതായത് LDF-ന്റെ 29 MLA-മാർ തോൽക്കുകയും ആ സീറ്റ് UDF പിടിച്ചെടുക്കുകയും ചെയ്താൽ മാത്രമേ UDF-ന് ഭരണം കിട്ടുകയുള്ളൂ. ഏതായാലും നമ്മളിങ്ങനെ ഒരു അനാലിസിസ് നടത്തിക്കൊണ്ട് ഈ UDF അധികാരം പിടിക്കണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 71 സീറ്റാണ് നമുക്ക് ലഭിക്കേണ്ടത്, UDF-ന് ലഭിക്കേണ്ടത്. 71 സീറ്റ് UDF-ന് ലഭിക്കണമെങ്കിൽ 42 സീറ്റിലേക്ക് 29 സീറ്റ് ആഡ് ചെയ്യണം. ഈ 42 സീറ്റ്, അതായത് ഒരു 10 വർഷം ഭരിച്ച പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതിയാൽ കഴിഞ്ഞ 2021 ഒരു ഇടതുപക്ഷ തരംഗത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ കൈവശം വെച്ച ഈ 42 സീറ്റിൽ നമുക്ക് ചർച്ചയില്ല. അത് തീർച്ചയായിട്ടും UDF പിടിച്ചെടുക്കും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കാം. അപ്പോൾ 42 സീറ്റ് നമ്മൾ UDF-ന്റെ ഫിക്സഡ് അക്കൗണ്ടിലേക്ക് കൊടുത്തു. ഇനി 29 സീറ്റിലാണ് നമ്മുടെ കളി. ഈ 29 സീറ്റ് UDF എങ്ങനെയാണ് നേടാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ജില്ലകൾ തിരിച്ചുള്ള ഒരു കണക്കാണിവിടെ. കാസർഗോഡ് ജില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിലവിൽ മഞ്ചേശ്വരവും കാസർഗോഡും UDF-ന്റെ കയ്യിലാണ്. ഇതിനേക്കാൾ ഒരു സീറ്റ് പോലും ഇനി UDF-ന് കാസർഗോഡിൽ നിന്ന് ലഭിക്കാനില്ല. അതായത് നമുക്ക് UDF-ന് ലഭിക്കേണ്ട 29 സീറ്റിലേക്ക് ഒരു സീറ്റ് പോലും കാസർഗോഡിൽ നിന്ന് നമുക്ക് ഏറെ കിട്ടാനില്ല. രണ്ടാമത് വരുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ നിലവിൽ ഇരിക്കൂറും പേരാവൂരും UDF-ന്റെ അക്കൗണ്ടിലുള്ളതാണ്. അതായത് ഈ 42 സീറ്റിൻ്റെ അക്കൗണ്ടിലുള്ളതാണ്. 29ലേക്ക് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരേ ഒരു സീറ്റ് കണ്ണൂർ മെയിൻ സീറ്റ്. കണ്ണൂർ മുൻ മേയറൊക്കെ ആയിട്ടുള്ള മോഹനൻ തീർച്ചയായിട്ടും വിജയിക്കും. അപ്പോൾ ഒരു സീറ്റ് കണ്ണൂരിൽ നിന്ന് ലഭിക്കും. ഇനി കൂത്തുപറമ്പിൽ നിന്നും അതുപോലെ തന്നെ തളിപ്പറമ്പിൽ നിന്നും പയ്യന്നൂർ, ഈ 3 സീറ്റുകളിലുമാണ് കണ്ണൂർ ആകെ മത്സരമുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ ഏകപക്ഷീയമായിട്ട് LDF ജയിക്കാൻ പോവുക. ഈ കൂത്തുപറമ്പ്, പയ്യന്നൂർ, തളിപ്പറമ്പ് പോലെയുള്ള ഈ 3 സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കണ്ണൂർ നമുക്ക് 2 സീറ്റ് UDF-ന് കൊടുത്തു കഴിഞ്ഞാൽ 29ലേക്ക് 2 സീറ്റ് UDF-ന് ലഭിച്ചു. ഇനി അടുത്തത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അവിടെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഒക്കെ വന്ന് അവരുടെ ഒരു തട്ടകമായി മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഒരു UDF തരംഗം ആഞ്ഞടിക്കും. പക്ഷേ അവിടെ ആകെ 3 സീറ്റാണുള്ളത്. അതിൽ 2 സീറ്റ് നിലവിൽ ഈ 42 സീറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ UDF-ന്റെ കയ്യിലുള്ളതാണ്. അതിൽ മാനന്തവാടി തീർച്ചയായിട്ടും UDF പിടിച്ചെടുക്കും. അതുകൊണ്ട് ഒരു സീറ്റ് നമുക്ക് 29ലേക്ക് കൊടുക്കാം. അപ്പോൾ വയനാടിൽ നിന്ന് 1 സീറ്റും കണ്ണൂരിൽ നിന്ന് 2 സീറ്റും മാക്സിമം UDF പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അടുത്തത് കോഴിക്കോട് ജില്ലയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് സെറ്റർ ആവാൻ പോകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. പറഞ്ഞു വരുമ്പോൾ കോഴിക്കോട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ UDF-നൊക്കെ ഒരു സ്വാധീനം ഉണ്ട്. പക്ഷേ അതൊരു LDF-ന്റെ കോട്ട തന്നെയാണ്. കണ്ണൂർ പോലെ തന്നെയാണ് കോഴിക്കോട് LDF-നെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ കോൺഗ്രസ് 2001 തൊട്ട് ഒരു MLA-മാർ പോലും ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിനില്ല. അവിടെ മുസ്ലിം ലീഗിന് ഉള്ള കൊടുവള്ളിയും അതുപോലെ തന്നെ വടകരയിൽ രമയും മാത്രമാണ് അവിടെ UDF അക്കൗണ്ടിലുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുള്ള കോഴിക്കോട് ഒരു ട്രെൻഡ് സെറ്ററാണ്. ഭരണവിരുദ്ധ തരംഗമുണ്ടോ എന്ന് നമുക്ക് പറയാൻ കോഴിക്കോട് ജില്ലയുടെ റിസൾട്ടാണ് നമ്മൾ നോക്കേണ്ടി വരിക. കോഴിക്കോട് ഏതൊക്കെ സീറ്റ്, അതായത് കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്.
ഈ 13 സീറ്റിൽ ഏതൊക്കെ സീറ്റുകളാണ് LDF നിന്ന് പിടിച്ചെടുക്കാൻ പോകുന്നതെന്ന് നോക്കാം. കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുന്ന ഫൈസൽ ബാബുവും കുറ്റ്യാടിയിൽ മത്സരിക്കുന്ന പാറക്കൽ അബ്ദുള്ളയും തീർച്ചയായിട്ടും ജയിക്കും. അതുകൊണ്ട് 2 സീറ്റ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് 100% UDF പിടിച്ചെടുക്കും. അതോടൊപ്പം തന്നെ നാദാപുരത്ത് മത്സരിക്കുന്ന KM അഭിജിത്തും ഏകദേശം വിജയിക്കുമെന്നുള്ള ഒരു കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിലവിൽ 3 സീറ്റ്, പിന്നെ കുന്നമംഗലത്ത് മത്സരിക്കുന്ന റസാഖ് മാസ്റ്റർ. അപ്പോൾ 4 സീറ്റ് കോഴിക്കോട് ജില്ലക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഒരു UDF തരംഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആൻറ്റി ഇൻകംബൻസി നിലനിൽക്കുന്നുണ്ടെങ്കിൽ തിരുവമ്പാടി, കോഴിക്കോട് നോർത്ത്, കൊയിലാണ്ടി ഇതിലേതെങ്കിലും ഒരു സീറ്റും UDF പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ 4 സീറ്റാണ് 29ലേക്ക് കൊടുക്കുന്നത്. ഇനി അടുത്തത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഒന്നും പറയാനില്ല. CPM അഥവാ LDF ക്ലീൻ ബൗൾഡ് ആവാൻ പോകുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മലപ്പുറം ജില്ലയിൽ അവരുടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കൊണ്ട് തന്നെ CPIM-ഉം LDF-ഉം ക്ലീൻ ബൗൾഡ് ആവും. നിലവിൽ 3 സീറ്റാണ് അവിടെ LDF-നുള്ളത്. ആ 3 സീറ്റും UDF പിടിച്ചെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 29ലേക്ക് നമുക്ക് ആ 3 സീറ്റുകൾ UDF-ന് CPM ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു LDF കുത്തകയാണ്. അവിടെ ആകെ മണ്ണാർക്കാട് മത്സരിച്ച് ജയിച്ച ശംസുദ്ദീനും അതുപോലെ തന്നെ പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച പാലക്കാട് മാത്രമാണ് UDF അക്കൗണ്ടിലുള്ളത്. ഇത്തവണ മാക്സിമം പ്രതീക്ഷിക്കാവുന്നത് 2 സീറ്റാണ്. അതായത് തൃത്താലയിൽ ബൽറാമും അതുപോലെ തന്നെ സുമേഷ് അച്യുതൻ ചിറ്റൂരും തീർച്ചയായിട്ടും ജയിക്കും. അപ്പം MP രാജേഷിനെതിരെ ശക്തമായ മത്സരമാണ് തൃത്താലയിൽ നടക്കുന്നത്. ആ മത്സരത്തിന് അവസാനം CPM-കാർ പോലും തൃത്താല ലഭിക്കുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് പാലക്കാട് നിന്ന് 2 സീറ്റ് UDF പിടിച്ചെടുക്കും. പിന്നെ ഒരു ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പട്ടാമ്പി അതുപോലെ തന്നെ ശശി മത്സരിക്കുന്ന ഒറ്റപ്പാലം, ഈ 2 സീറ്റുകൾ കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ 29 എന്ന് പറയുന്ന ഈ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് നമ്മൾ പാലക്കാടിൽ നിന്ന് 2 സീറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് തൃശ്ശൂരാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് CPM-ൻ്റെ അഥവാ LDF-ൻ്റെ ഒരു കുത്തക ഒരു ജില്ലയായിട്ട് തൃശ്ശൂർ മധ്യ കേരളത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലും കാര്യമായ മാറ്റം നമ്മൾ തൃശ്ശൂർ പ്രതീക്ഷിക്കുന്നില്ല. തൃശ്ശൂർ ആകെ ചാലക്കുടി മാത്രമാണ് UDF-നുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ രാജൻ പല്ലൻ മത്സരിക്കുന്ന, മുൻ DCC പ്രസിഡന്റ് മത്സരിക്കുന്ന തൃശ്ശൂർ തീർച്ചയായിട്ടും UDF പിടിച്ചെടുക്കാൻ പോകും. അതുപോലെ തന്നെ മണലൂർ TN പ്രതാപൻ തോൽക്കുമെന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മണലൂരും പിടിച്ചെടുക്കും. അപ്പോൾ 2 സീറ്റ് ഷുവറായിട്ട് UDF പിടിച്ചെടുക്കുന്നത് തൃശ്ശൂരും മണലൂരുമായിരിക്കും. പിന്നെ ഇതിൽ പറയാനുള്ളത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ശക്തമായ മത്സരമാണ്. ഉണ്ണിയാടൻ അദ്ദേഹത്തിൻ്റെ വൻ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ആണ് ഉണ്ണിയാടൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി ബിന്ദുവിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഈ പറയുന്ന പോലെ ഇരിഞ്ഞാലക്കുടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുട കേരള കോൺഗ്രസ് ജേക്കബ് ജോസഫ് പിടിച്ചെടുക്കും. അവിടെ ഉണ്ണിയാടൻ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് മത്സരിക്കുന്ന കൊടുങ്ങല്ലൂർ. ഇങ്ങനെ 4 സീറ്റുകളാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ തൃശ്ശൂരും മണലൂരും നിർബന്ധമായിട്ട് UDF പിടിക്കുമെന്നും കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയും നമ്മൾ 50-50 കൊടുത്തു കഴിഞ്ഞാൽ 3 സീറ്റുകളെയാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ 29ലേക്ക് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ 4 സീറ്റ് ജയിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും 3 സീറ്റാണ് നമ്മളിതിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് എറണാകുളമാണ്. എറണാകുളത്തിൻ്റെ പ്രത്യേകത ഒരു UDF തരംഗം നിലനിന്നാൽ അപ്പാടെ ഒലിച്ചു പോകുന്ന പോലെ 14 സീറ്റും UDF അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. നിലവിൽ അവിടെ CPIM വിജയിച്ചിരിക്കുന്നത് വൈപ്പിൻ അതുപോലെ തന്നെ കൊച്ചിയും കളമശ്ശേരിയുമാണ്. ബാക്കിയൊക്കെ UDF-ൻ്റെ കയ്യിലുള്ളതാണ്. അതുകൊണ്ട് അത് 42-ൽ ഉൾപ്പെടുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു UDF തരംഗം ഉണ്ടായാൽ മാക്സിമം എറണാകുളത്തിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് 3 സീറ്റാണ്. വൈപ്പിൻ, കൊച്ചി, കളമശ്ശേരി. ഇതിൽ വൈപ്പിനിൽ ടോണി ചെമ്മണിയും കൊച്ചിയിൽ ഷിയാസും ഏകദേശം വിജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാലും കളമശ്ശേരിയിൽ ഒരു ടൈറ്റ് ഫൈറ്റാണ്. മന്ത്രി രാജീവിനെ ലീഗ് സ്ഥാനാർത്ഥിക്ക് അത് തോൽപ്പിക്കാൻ സാധിക്കുമോ എന്നതിനെ ആശ്രയിച്ചാണ്. എന്നിരുന്നാൽ പോലും ഒരു സീറ്റ് മാത്രമാണ് നമ്മളിവിടെ ഈ 3 സീറ്റിൽ ഒരു സീറ്റ് മാത്രമാണ് നമുക്ക് സംശയിക്കാനുള്ളത്. 2 സീറ്റ് എറണാകുളത്ത് നിന്ന് നമ്മൾ 29 എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുക. അടുത്തതായിട്ട് ഇടുക്കിയാണ്. എല്ലാവർക്കും അറിയാം ഇടുക്കിയിൽ 5 സീറ്റുണ്ട്. നിലവിൽ തൊടുപുഴ മാത്രമാണ് UDF-ൻ്റെ ഈ 42 സീറ്റ് എന്ന് പറയുന്ന ഈ UDF-ൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിലുള്ളത്. ബാക്കിയുള്ള 4 സീറ്റിൽ എം മണി മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉടുമ്പൻചോല തീർച്ചയായിട്ടും LDF പിടിച്ചെടുക്കും, അല്ലെങ്കിൽ LDF നിലനിർത്തും. അതുകൊണ്ട് ഉടുമ്പൻചോല UDF പ്രതീക്ഷിക്കേണ്ടതില്ല. പകരം മന്ത്രി റോഷി മത്സരിക്കുന്ന ഇടുക്കി UDF ഇത്തവണ പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇടുക്കിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇടുക്കിയും
അതുപോലെ തന്നെ ദേവികുളം, ഇടുക്കി ദേവികുളം, പീരുമേട്, ഈ 3 മണ്ഡലങ്ങൾ UDF പിടിച്ചെടുക്കും. അങ്ങനെ ഇടുക്കിക്ക് 3 സീറ്റ് ഈ 29 എന്ന് പറയുന്ന ഈ മാന്ത്രിക സംഖ്യയിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കോട്ടയം ജില്ലയാണ്. കോട്ടയം നമുക്കൊക്കെ അറിയാം, പേര് പോലെ തന്നെ അതൊരു UDF ജില്ലയാണെങ്കിൽ പോലും നിലവിൽ 4 സീറ്റുകളാണ് UDFൻ്റെ കയ്യിലുള്ളത്. പുതുപ്പള്ളി, പാല, കടുത്തുരുത്തി, കോട്ടയം. ഈ സീറ്റുകൾ നിലനിർത്തും, UDF നിലനിർത്തും. അതിൽ പാലയിൽ മാത്രമാണ് ശക്തമായൊരു മത്സരമുള്ളത്. എങ്കിൽ പോലും അവിടെ മാണി സി കാപ്പൻ വിജയിച്ചാൽ 4 സീറ്റ് UDF നിലനിർത്തുകയും ഇതിലേക്കിനി കോട്ടയത്തിന് ഡൊണേറ്റ് ചെയ്യാനുള്ള സീറ്റുകളിൽ ഒരു കാരണവശാലും വൈക്കം സീറ്റ് ഒരു കാരണവശാലും LDFിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന പൂഞ്ഞാറിലും LDFിൽ നിന്ന് ഈ സീറ്റ് UDFിന് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് വൈക്കവും പൂഞ്ഞാറും തീർച്ചയായും LDF തന്നെ ജയിക്കുമെന്നുള്ളത് കൊണ്ട് മാന്ത്രിക സംഖ്യയായി 29ലേക്ക് കോട്ടയത്ത് നിന്ന് 2 സീറ്റ് കിട്ടില്ല. പിന്നെ നിലവിലുള്ളത് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി സീറ്റിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതോടൊപ്പം തന്നെ ടൈറ്റ് മത്സരം നടക്കുന്നത് മന്ത്രി വാസവൻ്റെ മണ്ഡലമാണ്. വാസവൻ്റെ മണ്ഡലം UDF പിടിച്ചെടുത്താൽ 2 സീറ്റാണ് കോട്ടയത്തിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ചങ്ങനാശ്ശേരി മാത്രം കണക്കൂട്ടിയാൽ കോട്ടയത്ത് നിന്ന് 1 സീറ്റാണ് 29 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കൊടുക്കുന്നത്. പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല നിലവിലിപ്പോൾ നമുക്കറിയാം ഒറ്റ സീറ്റ് പോലും UDFന് ഇല്ല. പക്ഷേ വീണ ജോർജ് മത്സരിക്കുന്ന ആറന്മുളയിൽ അബിൻ വർക്കി എന്ന് പറയുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയാണ് UDF പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അബിൻ വർക്കി അവിടെ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അഥവാ വീണ മിനിസ്റ്റർ തോൽക്കും. ഒരു ആൻറ്റി ഇൻകംബൻസി നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. ആറന്മുള മണ്ഡലവും റാന്നിയും മാത്രമാണ് അവിടെ UDF പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്നും 2 സീറ്റുകൾ ലഭിക്കാനുള്ള ചാൻസാണ് UDFന് കാണുന്നത്. അടുത്തതായിട്ട് ഓഫ് കോഴ്സ് ആലപ്പുഴയാണ്. ആലപ്പുഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിലവിൽ നമ്മുടെ രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന സീറ്റ് മാത്രമാണ്, ഹരിപ്പാട് മാത്രമാണ് UDFനുള്ളത്. പക്ഷേ ഇത്തവണ ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്ന അരൂരും അതുപോലെ തന്നെ സഭയുടെ കൈവപ്പുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആലപ്പുഴയും പിന്നെ ലിജു കുറേ കാലമായിട്ട് മത്സരിക്കുന്ന ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുന്നതിനാൽ കായംകുളം, പിന്നെ നിലവിലെ LDF MLA ആയ പ്രതിഭ ഹരിക്കെതിരെയുള്ള ഒരു ആളുകളുടെ എതിരെയുള്ള വിപ്രതിപത്തിയൊക്കെ കണക്കൂട്ടിക്കഴിഞ്ഞാൽ 3 സീറ്റുകൾ ആലപ്പുഴയിൽ, അതായത് ആലപ്പുഴ, കായംകുളം പ്ലസ് അരൂർ, അങ്ങനെ 3 സീറ്റുകൾ ആലപ്പുഴയിൽ നിന്ന് UDF 29 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ലഭിക്കാനുള്ള ചാൻസാണ് നമുക്ക് കാണുന്നത്. അടുത്തതായിട്ട് കൊല്ലം ജില്ലയാണ്. നമുക്കറിയാം കൊല്ലം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ കേന്ദ്രമാണ്. അവിടെ ഇടതുപക്ഷം തോൽക്കണമെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുകയും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചപ്പോൾ 2 കോൺഗ്രസിൻ്റെ യുവതുർക്കികൾ, അവർ കരുനാഗപ്പള്ളിയിലെ CR മഹേഷും അതുപോലെ തന്നെ PC വിഷ്ണുനാഥ് കുണ്ടറയിലും അട്ടിമറി ചെയ്യുന്നുണ്ട്. ആ സീറ്റുകൾ ഇത്തവണ എന്തായാലും നിലനിർത്തും. പ്ലസ് കുറേ കാലമായിട്ട് കൊല്ലത്ത് മത്സരിക്കുന്ന കൊല്ലത്തിൻ്റെ ഒരു സ്പന്ദനമായി മാറിയ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് വിജയിക്കും. അപ്പോൾ 29ലേക്ക് 1 സീറ്റ് കൊല്ലം തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത എൻ്റെ മാത്രം ഒരു പ്രഡിക്ഷനിൽ ഞാൻ പറയുന്നതാണ് ചടയമംഗലം. ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർക്ക് തന്നെ ചടയമംഗലത്ത് കോൺഗ്രസ് ജയിക്കുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ ചടയമംഗലം ഇത്തവണ UDF ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ചടയമംഗലം നമ്മൾ 2ആയിട്ട് എടുക്കുക. ഇനി കൊട്ടാരക്കരയും പത്തനാപുരവും മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഒരു എന്താ പറയുക ശക്തമായിട്ടുള്ളൊരു ജനവികാരം ഉണ്ടായാൽ പത്തനാപുരത്ത് ഗണേഷ് കുമാർ തോൽക്കുകയും അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിന് 2നും നമ്മൾ 50-50 ചാൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ 2എണ്ണത്തിൽ നിന്ന് 1 സീറ്റ് കിട്ടുമെന്ന് വെറുതെ അസ്യൂം ചെയ്താൽ കൊല്ലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത് കൊല്ലം, അതുപോലെ തന്നെ ഈ പറയുന്ന പത്തനാപുരം, അതുപോലെ തന്നെ ഈ പറയുന്ന ചടയമംഗലമാണ്. പിന്നെ വേറൊരു കൊല്ലത്തൊരു സംവരണ മണ്ഡലമുണ്ട്. കാലാകാലങ്ങളായിട്ട് കോവൂർ കുഞ്ഞുമോൻ മത്സരിക്കുന്ന സീറ്റ് ഇത്തവണ UDF പിടിച്ചെടുത്താൽ 4 സീറ്റ് കൊല്ലത്ത് നിന്ന് ലഭിക്കാനും കൊല്ലം ഒരു ട്രെൻഡ് സെറ്റർ ആവാനുമുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അടുത്തതായിട്ട് അവസാനമായിട്ടും തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ കോവളത്ത് വിൻസെൻ്റ് മാത്രമാണ് UDFന് ആയിട്ടുള്ളൊരു സീറ്റുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്ന സഖാവ് ജോൺ എന്തായാലും വിജയിക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം വട്ടിയൂർക്കാവിൽ ത്രികോണ മത്സരമാണ്. ഈ ത്രികോണ മത്സരത്തിൽ
മുരളി മുമ്പ് മത്സരിച്ച് വിജയിച്ച് MLA ആയിട്ടുള്ള വട്ടിയൂർക്കാവ് ഇത്തവണ മുരളീധരൻ ജയിക്കാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ വട്ടിയൂർക്കാവും അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലും UDFൻ്റെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും വരും. ഇനിയുള്ള 2 മണ്ഡലങ്ങളിൽ ഒന്ന് നെയ്യാറ്റിൻകരയും മറ്റൊന്ന് അരുവിക്കരയും. നെയ്യാറ്റിൻകരയിൽ ശക്തൻ നടാർ മത്സരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അരുവിക്കരയിൽ VS ശിവകുമാർ മത്സരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും നല്ല 2 അഭ്യാസികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 സീറ്റുകൾ UDFന് ലഭിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. ബാക്കി നമ്മൾ വർക്കലയൊന്നും നമ്മൾ UDF വിജയിക്കും LDF വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചാൽ പോലും തിരുവനന്തപുരം സെൻട്രൽ വട്ടിയൂർക്കാവ് ത്രികോണ മത്സരത്തിൽ മുരളീധരൻ ജയിക്കുന്നു, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര ശക്തൻ നടാർ വിജയിക്കുന്നു, അരുവിക്കരയിൽ VS ശിവകുമാർ ജയിച്ചാൽ 4 സീറ്റുകൾ 29 എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് വരും. ലെറ്റ് മീ കൺക്ലൂഡ്. 140 അംഗ നിയമസഭയിൽ അധികാരത്തിലേറണമെങ്കിൽ മാന്ത്രിക സംഖ്യ എന്ന് പറയുന്നത് 71. UDFന് അധികാരത്തിലെത്തണമെങ്കിൽ നിലവിൽ അവരുടെ കയ്യിലുള്ള 42 സീറ്റിലേക്ക് 29 സീറ്റ് വർദ്ധിപ്പിച്ച് 71 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭരണവിരുദ്ധ തരംഗമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ 42 സീറ്റ് നിലനിർത്തുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 29 സീറ്റ് അവർക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക എന്നുള്ളതാണ്. കാസർഗോഡിൽ നിന്ന് ഈ 29ലേക്ക് പുതുതായിട്ട് LDFിൽ നിന്ന് അവരൊന്നും പിടിച്ചെടുക്കാൻ പോകുന്നില്ല. കണ്ണൂരിൽ നിന്ന് 2 സീറ്റ്, വയനാട് നിന്ന് 1 സീറ്റ് LDFിൽ നിന്ന് പിടിച്ചെടുക്കും, കോഴിക്കോട് നിന്ന് 4 സീറ്റ്, മലപ്പുറത്ത് നിന്ന് 3 സീറ്റ്, പാലക്കാട് നിന്ന് 2 സീറ്റ്, തൃശ്ശൂരിൽ നിന്ന് 3 സീറ്റ്, എറണാകുളത്ത് നിന്ന് 3 സീറ്റ്, ഇടുക്കിയിൽ നിന്ന് 3 സീറ്റ്, അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് 1 സീറ്റ്, ആലപ്പുഴയിൽ നിന്ന് 3 സീറ്റ്, കൊല്ലത്ത് നിന്ന് 3 സീറ്റ്, പത്തനംതിട്ടയിൽ അബിൻ വർക്കി ജയിക്കുന്ന 1 സീറ്റ്, തിരുവനന്തപുരത്ത് നിന്നും 3 സീറ്റ്. അങ്ങനെ ടോട്ടൽ 32 സീറ്റാണ് അധികമായിട്ട് LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കാൻ പോകുന്നത്. 32 പ്ലസ് കയ്യിലുള്ള 42 = 74. 74 എന്നുള്ളതാണ് UDF ജയിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സംഖ്യ. മാക്സിമം പോയാൽ നമ്മൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന ബാക്കി സീറ്റും കൂടി കൂട്ടിയാൽ 80 ആണ്. ഒരു കാര്യം മനസ്സിലാക്കണം, മഞ്ചേശ്വരത്തോ പാലക്കാടോ BJP ജയിക്കുക, അതുപോലെ തന്നെ പേരാവൂർ ശൈലജ ടീച്ചർ അട്ടിമറി വിജയം നേടുക, UDF അധികാരത്തിലെത്തുകയില്ല. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ 74-75 സീറ്റ് നേടി UDF അധികാരത്തിലെത്തും. താങ്ക് യു.